മുസ്ലിംസ് ആർ നോട്ട് സേഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന നിരവധി പോസ്റ്റുകൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഓൾ ഐസ് ഓൺ ഇന്ത്യൻ മുസ്ലിംസ് എന്നൊരു ഹാഷ്ടാഗ് ട്രെൻഡിങ് ആണ്. കാരണം ഇന്നലെ ഉത്തർപ്രദേശിലെ സംബാൽ ജില്ലയിലെ ഷാഹി ജുമാ മസ്ജിദിൽ നടക്കുന്ന സർവേക്കെതിരെ പ്രതിഷേധിച്ച 3 പേര് പോലീസ് വെടിവെപ്പിൽ മരിച്ചുപോയി. സംബാലിലെ ജുമാ മസ്ജിദ് ഹിന്ദുക്കളുടെ ആരാധനാലയമാണെന്നും ഈ സ്ഥലത്ത് കൽക്കി അവതാരമെടുക്കുമെന്നും അങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസമെന്നും അവകാശം ഉന്നയിച്ചുകൊണ്ട് കോടതി കയറി ഇറങ്ങുകയാണ് ചിലർ. അവിടെ അമ്പലത്തിന്റെ അവശിഷ്ടം തേടി കുഴിച്ചു പോവുകയാണ് ചിലർ. അതൊരു മറ്റൊരു ബാബറിയായി ഷാഹി ജുമാ മസ്ജിദ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ. പ്രിയപ്പെട്ടവരെ, ഇത് ജാംബവാന്റെ കാലത്ത് നടന്ന കഥയല്ല, ഇന്നലെ നടന്ന സംഭവമാണ്. വിഷയം ഷാഹി ജുമാ മസ്ജിദ് പുരാതന ഹരിഹർ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മേലെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് കാണിച്ച് അഭിഭാഷകനായ വിഷ്ണു ശങ്കർ ജെയിനും മറ്റ് 5 പേരും കൂടി സമർപ്പിച്ച ഹർജിയിൽ സർവേ നടത്താൻ വേണ്ടി സംബാൽ ജില്ലാ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതിലാണ് ഈ പ്രതിഷേധവും വെടിവെപ്പും മരണവും ഒക്കെ നടക്കുന്നത്. നിങ്ങൾ വാർത്ത അറിയാൻ ആഗ്രഹിക്കുന്ന എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി നിങ്ങളോട് പറഞ്ഞു? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വാർത്ത കാണാൻ ആഗ്രഹിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വാർത്ത ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഇതൊരു വാർത്ത പോലും അല്ലാതാകുന്നത്? മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിനെ കുറ്റപ്പെടുത്തുന്ന അദ്ദേഹമാണ് ഇതിന് കാരണമെന്ന് പറയുന്ന നിരവധി ട്വീറ്റുകൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ കാരണം അദ്ദേഹമാണ് 1991 ആരാധനാലയ നിയമം മറികടന്നുകൊണ്ട് പരാതി വന്നാൽ സർവേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, 1991 ആരാധനാലയ നിയമം നിലനിൽക്കുന്ന രാജ്യമാണിത്. എന്താണിത്? ആരാധനാലയ നിയമം എന്താ? 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരാധനാലയങ്ങളുടെ സ്വഭാവം എന്തായിരുന്നോ, ആർക്കായിരുന്നോ ഉടമസ്ഥാവകാശം, അതേപടി നിലനിർത്താൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 1991 ഈ നിയമം. മതപരമായ ഘടനകളുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങളും അവസാനിപ്പിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടി 91 പാർലമെന്റാണ് ഈ നിയമം പാസാക്കിയത്. ഏതെങ്കിലും ആരാധനാലയം പരിവർത്തനം ചെയ്യുന്നത് നിരോധിക്കുക, ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നോ അതുപോലെ നിലനിർത്തുക എന്നതാണ് ഈ നിയമം. ഗ്യാൻവാബി പള്ളിയുടെ കാര്യത്തിൽ DY ചന്ദ്രചൂഡ് അത്തരമൊരു സർവേ അനുവദിച്ചു. ഇതിനെ മറികടന്ന് ആരാധനാലയ നിയമത്തെ മറികടന്ന് കേസ് തുടരാമെന്ന നിലപാട് സ്വീകരിച്ചു DY ചന്ദ്രചൂഡ്. ഒരു നിർമ്മിതിയുടെ മതപരമായ സ്വഭാവം നിർണ്ണയിക്കാൻ ആവശ്യപ്പെടുന്ന ഹർജി സമർപ്പിക്കാൻ ആരാധനാലയ നിയമം തടസ്സമല്ലെന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. പള്ളി ക്ഷേത്രമായിരുന്നോ എന്ന് പരിശോധിക്കുന്നത് ആരാധനാലയ നിയമം തടയുന്നില്ലെന്ന വിചിത്ര ന്യായം. ഗ്യാൻവാബി വിഷയത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ അതേ ന്യായം വിചാരണ കോടതിയും ഹൈക്കോടതിയും പിന്നീട് സ്വീകരിച്ചു. ഹൈക്കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെ പള്ളിയുടെ നിലവറയിൽ ഒറ്റ രാത്രി കൊണ്ട് അന്ന് പൂജ അനുവദിക്കുന്ന ഒരു കീഴ്ക്കോടതി വിധി വന്നു. മധുരയിലെ കൃഷ്ണ ജന്മഭൂമി തർക്കത്തിലും വിചാരണ കോടതി സമാനമായ രീതി പിന്തുടർന്നു. രാജ്യത്തെ നിരവധി ആരാധനാലയങ്ങളുടെ മേൽ ഹിന്ദുത്വവാദികൾക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയുന്ന, സർവേ നടത്താൻ കഴിയുന്ന ന്യായമാണ് DY ചന്ദ്രചൂഡ് അന്ന് ഓപ്പൺ ചെയ്ത് നൽകിയത്. അത് തന്നെയാണ് ഇപ്പോൾ ഷാഹി ജുമാ മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയ സംഭവവും. നാട്ടിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു നിയമത്തെയാണ് DY ചന്ദ്രചൂഡ് അന്ന് മറികടന്നു കൊടുത്തത്. അതുകൊണ്ട് ഇപ്പൊ എന്താ, എല്ലാ ദിവസവും ഓരോ പള്ളിയിൽ ഓരോരുത്തർ അവകാശം ഉന്നയിക്കുന്നു, കോടതി കയറി ഇറങ്ങുന്നു, സർവേ നടക്കുന്നു, കുഴിച്ചു നോക്കുന്നു, വെടിവെക്കുന്നു, ആളുകൾ മരിച്ചു വീഴുന്നു. DY ചന്ദ്രചൂഡ് ഇറങ്ങിപ്പോയിട്ടും അദ്ദേഹം കൊളുത്തിവെച്ച തീ അണയുന്നില്ല. സംബാലിന്റെ ചരിത്രം എന്ന് പറയുന്നത് നിരവധി ഭരണാധികാരികളുടെ, ചക്രവർത്തിമാരുടെയൊക്കെ ആസ്ഥാനമായിരുന്നു ഇവിടം. ലോധികൾ മുതൽ മുഗളന്മാർ വരെ BC 5-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ നീളുന്ന പല ചക്രവർത്തിമാർ ഇവിടെ ഭരണം നടത്തി. BC 5-ാം നൂറ്റാണ്ടിൽ പഞ്ചാൽ ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്നു സംബാൽ. പിന്നീട് അശോക രാജാവിന്റെ സാമ്രാജ്യത്തിന്റെ ഭാഗം. 12-ാം നൂറ്റാണ്ടിൽ ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാൻ ഇവിടെ ഉഗ്രമായ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട കഥകൾ. അവ രണ്ടും ഗസ്നി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ മഹ്മൂദ് ഗസ്നിയുടെ മരുമകനായിരുന്ന ഗാസി സയ്യദ് സലാർ മഹ്സൂദിനെതിരായ യുദ്ധമായിരുന്നു. 1-ാം യുദ്ധത്തിൽ ചൗഹാൻ വിജയിച്ചു. 2-ാം യുദ്ധത്തിൽ തിരിച്ചു സംഭവിച്ചതായി പറയപ്പെടുന്നു. പക്ഷെ ഇത് തെളിയിക്കാൻ സാഹചര്യ തെളിവുകളില്ല. ഒരു ചരിത്രമൊന്നല്ല, ഇതിഹാസമായിട്ടാണ് ഇതൊക്കെ കണക്കാക്കപ്പെടുന്നത്. ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം സുൽത്താൻ ഖുത്ബുദ്ദീൻ ഐബക്ക് സംബാൽ തിരിച്ചെടുത്തു, തന്റെ സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉൾപ്പെടുത്തി. 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഡൽഹിയിലെ മറ്റൊരു സുൽത്താനായിരുന്ന ഫിറോസ് ഷാ തുഗ്ലക്ക് സംബാലിലെ ഹിന്ദു ഭരണാധികാരികളിൽ ഒരാൾ തന്റെ നിരവധി ആളുകളെ കൊലപ്പെടുത്തി ആക്രമിച്ചു. ഇതിന് പ്രതികാരമായി സംബാൽ പട്ടണത്തിൽ അധികാരം സ്ഥാപിക്കുന്നു. BC 15-ാം നൂറ്റാണ്ടിൽ ലോധി സാമ്രാജ്യത്തിന്റെ 2ാമത്തെ ഭരണാധികാരിയായ സിക്കന്ദർ ലോധി തന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനങ്ങളിലൊന്നായി സംബാലിനെ പ്രഖ്യാപിക്കുന്നു. 4 വർഷത്തോളം ഭരണം തുടരുന്നു.
ഈ സാമ്രാജ്യങ്ങളൊക്കെ തകർന്നു പോയതിനു ശേഷം തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാകാൻ ഏറ്റവും യോജിച്ച ഇടമെന്ന നിലയിൽ സംബാലിൽ പിന്നീട് അവകാശവാദം ഉന്നയിച്ചെത്തിയവരാണ് മുഗളന്മാർ. ആദ്യത്തെ മുഗൾ ഭരണാധികാരിയായ ബാബർ സംബാലിൽ ആദ്യത്തെ ബാബറി മസ്ജിദ് നിർമ്മിച്ചു. അതൊരു ചരിത്ര സ്മാരകമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നീട് അദ്ദേഹം തന്റെ മകൻ ഹുമയൂണിനെ സംബാലിന്റെ ഗവർണറാക്കി. ഹുമയൂൺ സംബാലിന്റെ ഭരണം മകൻ അക്ബറിന് കൈമാറി. അക്ബർ ഭരണത്തിന് കീഴിൽ സംബാൽ അഭിവൃദ്ധി പ്രാപിച്ചു. പിന്നീട് അക്ബറിന്റെ മകൻ വന്നു ഷാജഹാൻ. അപ്പൊ നഗരത്തിന്റെ വൃദ്ധി മങ്ങി എന്നൊക്കെയാണ് ചരിത്രം. ചരിത്രം എന്ത് തന്നെയാണെങ്കിലും വർത്തമാനം സുഖമുള്ളതല്ല. ആളുകൾ ആരാധനാലയങ്ങളുടെ മേൽ തല്ലുകൂടുന്നു, മരിച്ചു വീഴുന്നു. ബാബർ പള്ളി പണിയുന്നതിന് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അവകാശവാദം. ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം, നമുക്കറിയില്ല. ഒരുപാട് നിർമ്മിതികൾക്ക് മേലാണ് പല നിർമ്മിതികളും പിന്നീട് വന്ന്. ഉണ്ടെങ്കിൽ തന്നെ അത് രക്തച്ചൊരിച്ചിലേക്ക് പോകാതിരിക്കാനാണ് 1991 ആരാധനാലയ നിയമം വന്ന്. അങ്ങനെ കോടതി കയറി ഇറങ്ങി അവസാന ഷാഹി ജുമാ മസ്ജിദിൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ സർവേ നടന്നു. 7 ദിവസത്തിനകം നവംബർ 29 സർവേ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവുണ്ട്. ഈ നവംബർ 29 കൃഷ്ണ ജന്മഭൂമി ഗ്യാൻവാബി കേസുകളിൽ ഹർജി നൽകിയ അതേ അഭിഭാഷകൻ, അദ്ദേഹത്തിന്റെ പിതാവ് ഹരിശങ്കർ ജെയിനൊക്കെയാണ് ഈ പള്ളി തർക്കത്തിലും പരാതിക്കാർ. സ്ഥിരമായിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ജുമാ മസ്ജിദ് തങ്ങൾക്ക് ആരാധനാലയമാണെന്നും ഈ സ്ഥലത്ത് കൽക്കിയുടെ അവതാരം ഉണ്ടാകുമെന്നും അത് വിശ്വസിക്കുന്നുവെന്നും അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഇത് വേണമെന്നൊക്കെയാണ് കോടതിയിൽ പോയി പറയുന്നത്. 1529 മുഗൾ ചക്രവർത്തിയായ ബാബർ ക്ഷേത്രം നശിപ്പിച്ചാണ് അതിനു മുകളിൽ ജുമാ മസ്ജിദ് പണിഞ്ഞതെന്നാണ് അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നത്. കോടതി ഉത്തരവിനെ തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെയും പോലീസ് സൂപ്രണ്ടിന്റെയും നേതൃത്വത്തിൽ വക്കീൽ കമ്മീഷണർ ഒരു സർവേ നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതൊരു ക്ഷേത്രമാണെന്നതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ജുമാ മസ്ജിദ് കമ്മിറ്റി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ക്ഷേത്രത്തോട് സാമ്യമുള്ള ചിഹ്നമോ വസ്തുക്കളോ ഒന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്നാണ് പള്ളി കമ്മിറ്റിക്കാർ മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പൊ ഈ നവംബർ 29 അടുത്ത വാദം കേൾക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് പ്രാഥമികമായ കണ്ടെത്തലുകൾ സമർപ്പിക്കും. സംബാൽ കേല ദേവി ക്ഷേത്രത്തിലെ ഋഷിരാജ് ഗിരിയും മറ്റ് 5 പേരും നൽകിയ ഹർജിയിൽ പുരാതന ക്ഷേത്രം തകർത്തിട്ടാണ് ബാബർ പള്ളി പണിതിരിക്കുന്നതെന്ന ആരോപണമാണ് തിരിച്ചു കിട്ടണമെന്ന്. അതേസമയം പള്ളി കമ്മിറ്റി പറയുന്നത് ഇതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, വിഷയം നിയമപരമായി നേരിടുമെന്ന്. 1529 മുഗൾ ചക്രവർത്തിയായ ബാബർ തരിശായി കിടന്ന ഒരു ഭൂമിയിലാണ് പള്ളി പണിതതെന്നാണ് പള്ളി കമ്മിറ്റി പറയുന്നത്. ക്ഷേത്രത്തിന്റെ യാതൊരു തെളിവും ഇവിടെയില്ല, അവശിഷ്ടങ്ങളില്ല. ഇതൊരു ജുമാ മസ്ജിദ് ആയിരുന്നു, ഇപ്പോഴുമാണ്, അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് പള്ളി കമ്മിറ്റിയുടെ സഫർ അലി അവകാശപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും. ഹർജിക്കാരെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ പറയുന്നത് ബാബർ നാമ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇവിടെ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ ക്ഷേത്രമുണ്ടെന്ന് പറയുന്നു. 1529 ബാബർ ഹരിഹർ ക്ഷേത്രം തകർത്തെന്ന് പറയുന്നു. പള്ളി പണിതെന്ന് പറയുന്നതിന് അവരുടെ കയ്യിൽ തെളിവുണ്ടെന്ന് അവർ പറയുന്നു. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലായിടത്തും അശാന്തി, കൊലയൊക്കെ തന്നെയാണ്. നിശ്ചയദാർഢ്യമുള്ള ഭരണാധികാരികൾ നമുക്ക് ഇല്ലാതെ പോയി. ആരും പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല, സമാധാനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ട്വിറ്ററിൽ നിറയെ മുസ്ലിംസ് ആർ നോട്ട് സേഫ് ഇൻ ഇന്ത്യ എന്ന് ട്രെൻഡിങ് ആവുന്നത്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന പോസ്റ്റുകൾ വരുന്നത്. അതൊന്നും ആർക്കും പ്രശ്നമല്ല. ഇതിനൊന്നും പരിഹാരവും ഉണ്ടാകുന്നില്ല.